ഭക്തിയുടെയും ഐതിഹ്യത്തിന്റെയും സംഗമഭൂമി ആലത്തിയൂർ പെരുംതൃക്കോവിൽ ശ്രീരാമ ഹനുമാൻ ക്ഷേത്രം. ഭാരതീയ സംസ്കാരത്തിന്റെ ആഴങ്ങളിൽ വേരൂന്നിയ വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും ഒരുപാട് കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ട്. അത്തരത്തിൽ മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ആലത്തിയൂർ പെരുംതൃക്കോവിൽ ശ്രീരാമ ഹനുമാൻ ക്ഷേത്രം ആഴമേറിയ ഐതിഹ്യങ്ങളുടെയും അതുല്യമായ വാസ്തുവിദ്യയുടെയും പൗരാണികമായ ആചാരങ്ങളുടെയും സംഗമസ്ഥാനമാണ്. 3000 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം ശ്രീരാമനും അദ്ദേഹത്തിന്റെ പരമഭക്തനായ ഹനുമാനും തമ്മിലുള്ള അചഞ്ചലമായ ബന്ധത്തിന്റെ മകുടോദാഹരണമായി നിലകൊള്ളുന്നു. ഓരോ ഭക്തനും ആലത്തിയൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു ദേവനെ ആരാധിക്കുക എന്നതിലുപരി രാമായണത്തിലെ മഹത്തായൊരു മുഹൂർത്തത്തിന് സാക്ഷിയാവുകയാണ്. ഈ പുണ്യസ്ഥലം ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ഭക്തരെ ആകർഷിക്കുകയും അവർക്ക് ആത്മീയമായ സമാശ്വാസവും അഭയവും നൽകുകയും ചെയ്യുന്നു. ഹൈന്ദവ വിശ്വാസത്തിൽ ഹനുമാൻ സ്വാമിക്ക് പ്രത്യേകമായ സ്ഥാനമുണ്ട്. ശക്തിയുടെയും ബുദ്ധിയുടെയും സർവോപരി അചഞ്ചലമായ ഭക്തിയുടെയും മൂർത്തീഭാവമാണ് അദ്ദേഹം. പ്രധാന പ്രതിഷ്ഠ ശ്രീരാമചന്ദ്രനാണെങ്കിലും ഭഗവാന്റെ പരമഭക്തനായ ആഞ്ജനേയ സ്വാമിയുടെ പേരിലാണ് ക്ഷേത്രം കൂടുതൽ അറിയപ്പെടുന്നത്. രാമകാര്യ സാന്നിധ്യത്തിനായി ലങ്കയിലേക്ക് പോകുന്നതിന് മുൻപ് ശ്രീരാമൻ ഹനുമാന് വിജയമന്ത്രവും സീതയ്ക്ക് നൽകാനുള്ള അടയാളവാക്യങ്ങളും ഉപദേശിക്കുന്ന ഈ നിർണായക നിമിഷമാണ് ഇവിടുത്തെ പ്രതിഷ്ഠാഭാവം. രാമനും ഹനുമാനും തമ്മിലുള്ള ഊഷ്മളമായ ഗുരു-ശിഷ്യ ബന്ധത്തിന്റെ അല്ലെങ്കിൽ യജമാനൻ ഭക്തൻ ബന്ധത്തിന്റെ ഏറ്റവും തന്മയത്വമാർന്ന അവതരണമാണ് ഈ പ്രതിഷ്ഠാ സങ്കല്പം. ഈ സങ്കല്പമാണ് ഈ ക്ഷേത്രത്തെ ഒരു ആരാധനാ കേന്ദ്രത്തിനപ്പുറം ആത്മീയ പാഠങ്ങളുടെയും ജീവിത ദർശനങ്ങളുടെയും വിളനിലമാക്കി മാറ്റുന്നത്. ആലത്തിയൂർ ക്ഷേത്രത്തിന്റെ ചരിത്രം ഐതിഹ്യങ്ങളുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നു. ഋഗ്വേദത്തിലെ പ്രസിദ്ധനായ മഹാസ്തുത മഹർഷിമാരിൽ ഒരാളായ വസിഷ്ഠ മഹർഷിയാണ് ഇവിടെ ഹനുമാന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് എന്നാണ് ഐതിഹ്യം. ഇത് ക്ഷേത്രത്തിന്റെ പുരാതനമായ പാരമ്പര്യത്തെയും ആത്മീയ ഔന്നത്യത്തെയും സൂചിപ്പിക്കുന്നു. 3000 ചില്ലാൻ വർഷങ്ങൾക്ക് മുമ്പ് ശ്രീരാമസ്വാമിയുടെ ഗുരുവായിരുന്ന വസിഷ്ഠ മഹർഷി പ്രതിഷ്ഠിച്ചതാണ് ക്ഷേത്രമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ രാമായണത്തിലെ സുന്ദരകാന്ഡ രംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പം. ശ്രീരാമസ്വാമി ഹനുമാൻ സ്വാമിയെ ലങ്കയിലേക്ക് ദൂതനായി പറഞ്ഞയക്കുന്നതാണ് പ്രതിഷ്ഠാ സങ്കല്പം. ഇപ്പോൾ രാവണൻ കൊണ്ടുപോയിട്ട് സീതാലക്ഷ്മി ലങ്കയിലാണുള്ളത്. സീതാന്വേഷണത്തിൽ ലങ്കയിലുണ്ടെന്ന വിവരം മനസ്സിലാക്കിയ ശ്രീരാമസ്വാമി ദാസനായ ഹനുമാനെ ദൂതനായി ലങ്കയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അപ്പോൾ സീതാലക്ഷ്മിയെ കണ്ടെത്തി രക്ഷിക്കാനായി ശ്രീരാമസ്വാമി വരുന്നു എന്നുള്ള വിവരം അറിയിക്കാൻ വേണ്ടി യാത്ര തിരിക്കുന്നത് ഇവിടെ നിന്നാണ് എന്നാണ് സങ്കല്പം. കാരണം ഹനുമാൻ്റെ പ്രതിഷ്ഠ അത്തരത്തിലാണ്. പ്രതിഷ്ഠ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. സീതാലക്ഷ്മിക്ക് ഒരു പക്ഷേ സംശയം തോന്നിയേക്കാം, ഹനുമാൻ ചെല്ലുമ്പോൾ യഥാർത്ഥ ഹനുമാനാണോ അതോ മായാജാലക്കാരനായ രാവണൻ പ്രച്ഛന്ന വേഷത്തിൽ വന്ന് തന്നെ ചീറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണോ എന്നൊരു സംശയം സീതാലക്ഷ്മിക്ക് ഒരു പക്ഷേ ഉണ്ടാവാം. അപ്പോൾ ആ സംശയം ഇല്ലാതിരിക്കാൻ വേണ്ടി ഹനുമാൻ സ്വാമിയുടെ ചെവിയിൽ അടയാളവാക്യം മുദ്രമോതിരം കൊടുക്കുന്നതായിട്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പം. ഹനുമാൻ്റെ മുഖം ശ്രീരാമസ്വാമിയുടെ അടുത്തേക്ക് ചിരിച്ചു പിടിച്ചിട്ടുണ്ട്. കാരണം ഭാര്യയെക്കുറിച്ചൊരു അടയാളവാക്യം സ്വകാര്യവാക്യങ്ങളാണ്. ഈ സ്വകാര്യവാക്യങ്ങൾ മറ്റാരും കേൾക്കരുതെന്ന് ധരിച്ച് ഹനുമാൻ സ്വാമിയുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്മണസ്വാമി ക്ഷേത്രം പുറത്ത് നാലമ്പലത്തിന് പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. സാധാരണ സുന്ദരകാന്ഡത്തിൽ വനവാസ കാലഘട്ടത്തിൽ 3 പേരും ഒരുമിച്ചാണ് യാത്രയുണ്ടായിരുന്നത്. ഇവിടെ മാത്രം ഈ സങ്കല്പത്തിലാവുകൊണ്ട് ലക്ഷ്മണസ്വാമിയുടെ പ്രതിഷ്ഠ പുറത്ത് നാലമ്പലത്തിന് പുറത്താണ് ചെയ്യുന്നത്. പിന്നെ ഹനുമാനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു മഹർഷി ശാപമുണ്ട്. തൻ്റെ കഴിവുകൾ തനിക്ക് തിരിച്ചറിയാൻ കഴിയാതിരിക്കട്ടെ എന്ന കുട്ടിക്കാലത്തെ കുസൃതിയുടെ ഭാഗമായിട്ട് മഹർഷിമാരുടെ പർണശാലകൾ ആക്രമിക്കപ്പെടുമ്പോൾ മഹർഷി ശപിച്ച ഒരു ശാപമുണ്ട്.
അപ്പോൾ ഹനുമാൻ സ്വാമിക്കൊരു സംശയമാണ്. കാരണം ദൗത്യമായിട്ട് ഏറ്റെടുത്ത് പോവുകയാണ്. സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്തി സീതാലക്ഷ്മിയെ കണ്ടെത്തി രക്ഷിക്കാനായി ശ്രീരാമസ്വാമി വരുന്നു എന്ന് സീതാലക്ഷ്മിയെ ഉണർത്താൻ വേണ്ടി ദൗത്യമായിട്ട് പോവുകയാണ്. പക്ഷേ ഈ സമുദ്രം ചാടിക്കടക്കാൻ തനിക്ക് കഴിയുമോ എന്നൊരു വലിയ സംശയം ഹനുമാൻ്റെ മുന്നിലുണ്ടായി. കാരണം അത് ഈ മഹർഷി ശാപത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. ഇത് ദേവന്മാർക്കും ദേവതമാർക്കും മനസ്സിലായി. ഈ ശാപം കാരണമാണ് ഹനുമാൻ ഈ സംശയം, തനിക്ക് സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്താൻ കഴിയുമോ എന്ന ഹനുമാൻ സ്വാമിയുടെ മനസ്സിലുണ്ടായ സംശയം ഇതിൻ്റെ ഭാഗമാണെന്ന് ദേവന്മാരും ദേവതകൾക്കും മനസ്സിലായി. പക്ഷേ ഈ മഹർഷി ശാപത്തിൻ്റെ ഒപ്പം തന്നെ ശാപമോക്ഷവുമുണ്ട്. തൻ്റെ കഴിവുകൾ മറ്റുള്ളവർ പ്രശംസിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തുമ്പോൾ തനിക്ക് ഓർമ്മ വരുമെന്ന് ഒരു ശാപമോക്ഷവും കൂടി ഹനുമാൻ സ്വാമിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിയ ഈ 33 ദേവന്മാരും ഹനുമാൻ സ്വാമിയുടെ കഴിവ് പ്രകീർത്തിച്ചുകൊണ്ട് പ്രശംസിച്ചുകൊണ്ട് എല്ലാവരുടെയും 33 ദേവന്മാരും ദേവതമാരും അവരുടെ അനുഗ്രഹം ഹനുമാന് ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ആലത്തിയൂർ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം. പ്രധാന ശ്രീകോവിൽ ശ്രീരാമൻ്റെയാണ്. ഒപ്പം ദാസനായിട്ട് ഹനുമാൻ സ്വാമിയുടെയും പുറത്ത് നാലമ്പലത്തെ പുറത്ത് ലക്ഷ്മണസ്വാമിയുടെയും ശ്രീകോവിലുകളാണ്. പക്ഷേ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം എന്ന് അറിയപ്പെടാൻ കാരണം ഈ 33 ദേവന്മാരുടെയും അനുഗ്രഹം ചൊരിഞ്ഞ് അത്രയും ശക്തനായിട്ട് പവർഫുള്ളായിരിക്കുകയാണ് ഹനുമാൻ. പൗരാണിക കാലഘട്ടം മുതൽ നിരവധി ഭരണകൂടങ്ങളുടെ കൈകളിലൂടെയാണ് ആലത്തിയൂർ ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് കടന്നുപോയത്. ആദ്യകാലങ്ങളിൽ ക്ഷേത്ര സമുച്ചയം ആലത്തിയൂർ ഗ്രാമനമ്പൂതിരിയുടെ ഭരണത്തിൻ കീഴിലായിരുന്നു. പിന്നീട് ഈ പ്രദേശത്തെ ശക്തരായ ഭരണാധികാരികളിൽ ഒരാളായ വെട്ടത്ത് രാജാവ് ക്ഷേത്രത്തിന്റെ ചുമതല ഏറ്റെടുത്തു. ഒടുവിൽ കോഴിക്കോട് സാമൂതിരിയുടെ ഭരണകാലത്ത് ക്ഷേത്രത്തിന്റെ മേൽനോട്ടം സാമൂതിരി രാജാവിന് കൈമാറി. ഇന്നും ഈ പാരമ്പര്യം തുടരുന്നു. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ സാമൂതിരി രാജാവാണ് ക്ഷേത്രത്തിന്റെ മുഖ്യ കാര്യദർശിയായി മേൽനോട്ടം വഹിക്കുന്നത്. ഈ ഭരണപരമായ മാറ്റങ്ങൾ ക്ഷേത്രത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ പ്രാധാന്യം എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നു. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് ആലത്തിയൂർ എന്ന പേര് ലഭിച്ചത് ഒരു പ്രത്യേക കാരണത്താലാണ്. ആലും അത്തിയും ഒന്നിച്ച് വളർന്നു നിന്നിരുന്ന പുണ്യസ്ഥലമായിരുന്നതിനാലാണ് ഈ പേര് വന്നതെന്നാണ് വിശ്വാസം. ഹൈന്ദവ വിശ്വാസപ്രകാരം ഈ 2 വൃക്ഷങ്ങൾക്കും വളരെയധികം പവിത്രത കൽപ്പിക്കുന്നുണ്ട്. ഈ വൃക്ഷങ്ങളുടെ സാന്നിധ്യം തന്നെ ഈ സ്ഥലത്തിന്റെ പവിത്രത വർദ്ധിപ്പിക്കുന്നു. ആലത്തിയൂർ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം അവിടുത്തെ അതുല്യമായ വാസ്തുവിദ്യാ സങ്കല്പവും പ്രതിഷ്ഠാ രീതികളുമാണ്. ഇത് രാമായണത്തിലെ ഒരു സുപ്രധാന മുഹൂർത്തത്തെയാണ് പ്രതീകാത്മകമായി പുനഃസൃഷ്ടിക്കുന്നത്. ആലത്തിയൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ ശ്രീരാമനും ഹനുമാനും ലക്ഷ്മണനും തമ്മിലുള്ള അത്യധികം ആഴത്തിലുള്ള ബന്ധമാണ് വെളിവാക്കുന്നത്. ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ഏകദേശം 5 അടി ഉയരമുള്ള ചതുർബാഹുവായ മഹാവിഷ്ണു വിഗ്രഹമാണ്. ഇത് ശ്രീരാമചന്ദ്രനെ പ്രതിനിധീകരിക്കുന്നു. സീതാദേവിയെ അന്വേഷിക്കുന്ന വിരഹിയായ ശ്രീരാമനാണ് ഇവിടുത്തെ സങ്കല്പം. അതുകൊണ്ട് തന്നെ സീതാദേവിക്ക് പ്രത്യേക പ്രതിഷ്ഠയില്ല. ശ്രീരാമന്റെ ശ്രീകോവിലിന് തൊട്ടടുത്തായി തെക്കു ഭാഗത്താണ് ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ. ഏകദേശം 3 അടി ഉയരമുള്ള ഹനുമാന്റെ വിഗ്രഹം ഇരു കൈകളും കൂപ്പി ഏറ്റവും ശ്രദ്ധേയമായി ഇടതുവശത്തേക്ക് ചെറുതായി തല ചരിച്ചു നിൽക്കുന്ന ഭാവത്തിലാണ്. സീതയെ കണ്ടെത്താനുള്ള ലങ്കായാത്രയ്ക്ക് മുൻപ് സീതയുടെ വിശ്വാസം നേടാനുള്ള അടയാളവാക്യം ശ്രീരാമൻ ഹനുമാന്റെ ചെവിയിൽ രഹസ്യമായി ഓതിക്കൊടുക്കുന്ന നിമിഷത്തെയാണ് ഈ പ്രതിഷ്ഠാവിന്യാസം പ്രതീകവൽക്കരിക്കുന്നത്. യജമാനന്റെ വാക്കുകൾ വിനയത്തോടെയും അചഞ്ചലമായ ഭക്തിയോടെയും ഹനുമാൻ ശ്രവിക്കുന്നു എന്ന ഈ സങ്കല്പം ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ ആകർഷണമാണ്. ശ്രീരാമനും ഹനുമാനും തമ്മിലുള്ള ഈ സ്വകാര്യ സംഭാഷണം കേൾക്കാതിരിക്കാനായി രാമന്റെ അനുജനായ ലക്ഷ്മണസ്വാമിയുടെ ക്ഷേത്രം നാലമ്പലത്തിന് പുറത്ത് ഏതാനും മീറ്റർ അകലെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ചതുർബാഹുവായ മഹാവിഷ്ണു രൂപത്തിലാണ് ലക്ഷ്മണന്റെ പ്രതിഷ്ഠ. ഇത് രാമായണത്തിലെ കഥാസന്ദർഭത്തെ ക്ഷേത്ര വാസ്തുവിദ്യയിൽ എത്രത്തോളം സൂക്ഷ്മമായി ആവിഷ്കരിച്ചിരിക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ്. ശ്രീരാമനും ഹനുമാനുമാണ് പ്രധാന പ്രതിഷ്ഠകളെങ്കിലും ആലത്തിയൂർ ക്ഷേത്രം വിവിധ ഹൈന്ദവ വിശ്വാസ ആധാരങ്ങളെ ഉൾക്കൊള്ളുന്ന നിരവധി
ഉപദേവതകളെയും ഉൾക്കൊള്ളുന്നു. ഗണപതിയും അയ്യപ്പനും ഒരുമിച്ച് നാലമ്പലത്തിനകത്ത് തെക്കു പടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട്ട് ദർശനമായി ഒറ്റമുറിയിൽ കുടികൊള്ളുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. വടക്കു പടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട്ട് ദർശനമായി വിഷ്ണു ദുർഗാദേവിയുടെ പ്രതിഷ്ഠയും കാണാം. കൂടാതെ പ്രദക്ഷിണ വഴിക്ക് പുറത്ത് തെക്കുകിഴക്ക് ഭാഗത്തായി പണ്ട് കൽപ്പകഞ്ചേരി ഗ്രാമത്തിലുണ്ടായിരുന്ന ഐരാണി ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതായി കരുതുന്ന മഹാവിഷ്ണുവിന്റെ ശ്രീകൃഷ്ണ സങ്കല്പത്തിലുള്ള ഒരു ചെറിയ ശ്രീകോവിലുമുണ്ട്. ഇവ കൂടാതെ ഭദ്രകാളിയുടെയും നാഗദേവതകളുടെയും സാന്നിധ്യവും ക്ഷേത്രത്തിലുണ്ട്. ഈ ഉപദേവതാ പ്രതിഷ്ഠകൾ ആലത്തിയൂർ ക്ഷേത്രം ആത്മീയ സമന്വയത്തിന്റെ ഒരു കേന്ദ്രമായി നിലകൊള്ളുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രം അറിയപ്പെടുന്നത് അവിടുത്തെ അതുല്യമായ വഴിപാടുകളുടെ പേരിലാണ്. ഹനുമാൻ സ്വാമിയുടെ രാമകാര്യ സാധ്യത്തിനായുള്ള യാത്രയുമായി ബന്ധപ്പെട്ടവയാണ് ഇവയിൽ പലതും. ആലത്തിയൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രസിദ്ധവുമായ വഴിപാട് ഹനുമാന് സമർപ്പിക്കുന്ന അവിൽ നിവേദ്യമാണ്, അതായത് നനഞ്ഞ അവിൽ. ഇതിന്റെ ഐതിഹ്യം സീതയെ അന്വേഷിച്ചുള്ള ലങ്കായാത്രയ്ക്ക് പോകുന്ന ഹനുമാന് അദ്ദേഹത്തിന്റെ ഇഷ്ടഭക്ഷണമായ ഒരു പൊതി അവിൽ ശ്രീരാമൻ നൽകി യാത്രയാക്കിയെന്നും അതിന്റെ സ്മരണ നിലനിർത്താനാണ് ഈ വഴിപാടെന്നും വിശ്വസിക്കപ്പെടുന്നു. ആഗ്രഹ സാഫല്യത്തിനായും കാര്യസാധ്യത്തിനായും സകല ദോഷശാന്തിക്കായും ഭക്തർ ഇവിടെ അവിൽ സമർപ്പിക്കുന്നു. കുഴച്ച അവിൽ, അരപ്പൊതി, കാൽപ്പൊതി, ഒരു നാഴി കുഴച്ച അവൽ, വെള്ളാവിൽ എന്നിങ്ങനെ വിവിധ അളവുകളിൽ ഇത് വഴിപാടായി നടത്താറുണ്ട്. ഉച്ചപൂജ സമയത്താണ് ഹനുമാന് കുഴച്ച അവിൽ നിവേദ്യം നടത്തുന്നത്. ഇവിടെ ലഭിക്കുന്ന ഈ പ്രസാദം ഏറെ നാൾ കേടുകൂടാതെ ഇരിക്കും എന്ന് ഭക്തർ സാക്ഷ്യപ്പെടുത്തുന്നു. കദളിപ്പഴവും ഹനുമാന് പ്രിയപ്പെട്ട നിവേദ്യമാണ്. ഹനുമാൻ സ്വാമി സമുദ്രം ചാടുന്നതിന് മുമ്പ് ശ്രീരാമസ്വാമി ഹനുമാൻ സ്വാമിക്ക് കഴിക്കാനായി കൊടുത്തത് ഈ അവലാണ്, അത്ര കുഴച്ച അവൽ. അത് സംസ്കൃത ശ്ലോകം തന്നെയുണ്ട്. ഉണ്ടാക്കേണ്ട ഒരു അളവ് വ്യത്യസ്ത ചുക്ക്, ജീരകം, ശർക്കര, പഞ്ചസാര, നാളികേരം, അവിൽ, ഒരുപാടധികം ഇൻഗ്രീഡിയൻസ് കൂട്ടിയാണ് ഈ അവൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഹനുമാന് കഴിക്കാനായി കൊടുത്ത സമുദ്രം ചാടുന്നതിന് മുമ്പ് ശ്രീരാമസ്വാമി ഹനുമാൻ സ്വാമിക്ക് കഴിക്കാനായി കൊടുത്ത ഈ കുഴച്ച അവൽ എന്നതുകൊണ്ട് ഇവിടെ പ്രധാന നിവേദ്യം ഈ അവൽ നിവേദ്യമാണ്. മറ്റ് ക്ഷേത്രങ്ങളിൽ വറ്റിലമാല, വടമാല, നാരങ്ങമാല അങ്ങനത്തെ വഴിപാടുകൾ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ. പക്ഷേ ഇവിടെ അത്തരം വഴിപാടുകൾ ചെയ്യില്ല. അവൽ നിവേദ്യമാണ് പ്രധാനം. അപ്പം ഹനുമാൻ എന്നതുകൊണ്ട് വലിയൊരു ക്വാണ്ടിറ്റി ആയിരുന്നു. ഒരു പൊതി അവൽ എന്നാണ് ഈ പ്രധാന നിവേദ്യമായിട്ട് വരുന്നത്. ഒരു പൊതി പറഞ്ഞാൽ 100 നാഴി, 4 പറ, പഴയ അളവാണ്. ഈ 100 നാഴി അവലാണ്, ഒരു പൊതി അവലാണ് ഹനുമാന് പ്രധാന നിവേദ്യമായിട്ട് വരുന്നത്. ആലത്തിയൂർ ക്ഷേത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായതും ഹനുമാൻ സ്വാമിയുടെ വീര്യത്തെ അനുസ്മരിപ്പിക്കുന്നതുമായ ഒരു ആചാരമാണ് സമുദ്രതരണം. ഹനുമാൻ സീതയെ അന്വേഷിച്ച് ലങ്കയിലേക്ക് കടൽ ചാടിക്കടന്ന ഐതിഹാസിക മുഹൂർത്തത്തെയാണ് ഈ ചടങ്ങ് പ്രതീകാത്മകമായി പുനരാവിഷ്കരിക്കുന്നത്. ഇതിനായി ക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴിക്ക് പുറത്ത് തെക്ക് ഭാഗത്തായി സമുദ്രമായി സങ്കല്പിക്കുന്ന ഒരു നീണ്ട കരിങ്കല്ല് ഒരു തിട്ടയിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഭക്തർ, പ്രത്യേകിച്ച് കുട്ടികളും യുവാക്കളും, ഈ തിട്ടയിലൂടെ ഓടി വന്ന് കരിങ്കൽ സ്പർശിക്കാതെ ചാടിക്കടക്കുന്നു. ഹനുമാൻ ധൈര്യത്തോടെയും ലക്ഷ്യബോധത്തോടെയും സമുദ്രം താണ്ടിയതുപോലെ ജീവിതത്തിലെ ഏത് പ്രതിബന്ധങ്ങളെയും പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും തരണം ചെയ്യാനും തങ്ങളുടെ ആരോഗ്യം, ദീർഘായുസ്, സമ്പത്ത്, സൗഖ്യം എന്നിവ വർദ്ധിപ്പിക്കാനും ഈ പ്രതീകാത്മകമായ സ്വയം വഴിപാട് സഹായിക്കുമെന്നാണ് ഭക്തരുടെ അചഞ്ചലമായ വിശ്വാസം. ഈ ആചാരം ഭക്തിയുടെയും ആത്മവിശ്വാസത്തിന്റെയും ഒരു പ്രായോഗിക രൂപമായി കണക്കാക്കപ്പെടുന്നു. അവിടെ ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിൽ ആ മണൽ ഇട്ട ഒരു സ്ഥലം സമുദ്രമായിട്ടാണ് സങ്കല്പിക്കുന്നത്. അല്ല, ഈ കരിങ്കല്ല് സമുദ്രമായി സങ്കല്പിക്കുന്നത്. അവിടെ ഒരു കരിങ്കല്ലുണ്ട് നാളെ, നല്ലൊരു ലങ്കയായിട്ടും. അപ്പോൾ അവിടുന്ന് ഓടി വന്ന് ഈ സമുദ്രം ഈ കല്ല് തൊടാതെ ചാടുക. അപ്പോൾ സമുദ്രലംഘനം എന്നുള്ള ഒരു സങ്കല്പമാണ് അതിൽ ഉള്ളത്. പരിഹരിക്കാനും ഒക്കെ കൂടിയാണ്. സമുദ്ര ലംഘനം വെച്ചാൽ മാർഗ്ഗവിഘ്നങ്ങൾ ഒഴിവാകുകയാണല്ലോ. എല്ലാ വിഘ്നങ്ങളും ഒഴിവായി കിട്ടുന്ന ഒരു ഇതാണല്ലോ. പോകുമ്പോൾ ധാരാളം വിഘ്നങ്ങൾ വരുമല്ലോ, മാർഗ്ഗവിഘ്നങ്ങൾ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതെ. അപ്പോൾ പിന്നെ ആരോഗ്യത്തിനും നല്ലതാണെന്നാണ് പലരും പറയാറ്. കാരണം പലർക്കും പല അനുഭവങ്ങളുണ്ട്. അനുഭവങ്ങളിലെ ആളുകൾ പലതും ഇങ്ങനെ പറയും.
എനിക്കത് അവിടെ ചാടിയതിന് ശേഷം എന്നെ മാതിരി ഇത് കിട്ടി അതിൻ്റെതായി എന്നൊക്കെ പറയും. ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രം വിവിധ തരം ദോഷ നിവാരണങ്ങൾക്കും കാര്യസാധ്യങ്ങൾക്കും പേരുകേട്ടതാണ്. ശനിദോഷ നിവാരണത്തിനുള്ള ഏറ്റവും ശക്തനായ ദൈവമായി ഹനുമാനെ കണക്കാക്കുന്നു. ജ്യോതിഷപ്രകാരം ശനിദശ ദോഷകരമായി വരുമ്പോൾ അതിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിനായി ഭക്തർ ഇവിടെ നെയ്വിളക്ക്, അർച്ചന, വെറ്റിലമാല തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിക്കുന്നത് പതിവാണ്. ശനിദേവനെ പോലും കീഴടക്കിയ അപൂർവം ദേവന്മാരിൽ ഒരാളായ ഹനുമാന്റെ ദിവ്യശക്തിക്ക് ശനിദോഷങ്ങളെ അകറ്റാൻ കഴിയുമെന്നാണ് വിശ്വാസം. കൂടാതെ ശത്രുദോഷം, വിവാഹ തടസ്സങ്ങൾ, ജോലി, വ്യാപാരം, വിദ്യാഭ്യാസം എന്നിവയിലുള്ള തടസ്സങ്ങൾ തുടങ്ങിയവ മാറുന്നതിനായി ഗദാസമർപ്പണം ഇവിടെയുള്ള ഒരു പ്രത്യേക ആചാരമാണ്. കാര്യതടസ്സങ്ങളും എല്ലാം മാറാൻ വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമിജി ഗദ പ്രാർത്ഥിച്ച് വയ്ക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഗദ പ്രാർത്ഥിച്ച്, ഹനുമാൻ്റെ ആയുധമാണല്ലോ ഗദ. എല്ലാ തടസ്സങ്ങളും നീങ്ങി വന്ന് നമ്മളെ കാര്യം നടക്കാൻ വേണ്ടി ഗദ സമർപ്പണം ഒരു പ്രധാന വഴിപാടാണ്. അതേപോലെ തന്നെ മറ്റുള്ളവർ സൂചിപ്പിച്ച പോലെ കുഴച്ചവൽ ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് എന്താ വെച്ചാൽ കാര്യസാധ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഹനുമാൻ സ്വാമി ഇവിടുന്ന് പോയ കാര്യം വിജയിച്ചു വന്നതാണ്. ആ സമയത്ത് എല്ലാ ദേവന്മാരുടെയും അനുഗ്രഹം ഹനുമാൻ സ്വാമിക്ക് കിട്ടിയിട്ടുണ്ട്. 30 കോടി ദൈവങ്ങളുണ്ട്, but അവരൊക്കെ അനുഗ്രഹം ഹനുമാൻ സ്വാമിക്ക് കിട്ടിയിട്ടുണ്ട്. കാര്യം സാധിച്ചു വന്ന് അതുകൊണ്ട് തന്നെ ഭക്തർ എന്ത് പ്രാർത്ഥിച്ചാലും അത് സാധിക്കുമെന്നാണ് പ്രാർത്ഥന. ക്ഷേത്രത്തിലെ മറ്റൊരു സവിശേഷ വഴിപാടാണ് ആസ്മ രോഗനിവാരണത്തിനായി കുട്ടികൾക്ക് വേണ്ടി പാളയും കയറും സമർപ്പിക്കുന്നത്. ഈ വഴിപാടുകൾ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം വെളിവാക്കുകയും ഭക്തർക്ക് വിവിധ തരം ദുരിതങ്ങളിൽ നിന്ന് ആശ്വാസം നേടാൻ കഴിയുന്ന അഭയകേന്ദ്രമായി ആലത്തിയൂർ ക്ഷേത്രത്തെ നിലനിർത്തുകയും ചെയ്യുന്നു. ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രം ഭക്തരുടെ ഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങിയ ഒരു സങ്കല്പമാണ്. ഇവിടെ വരുന്ന ഭക്തരെ ആകർഷിക്കുന്നത് ഹനുമാന്റെ ദിവ്യശക്തിയുടെയും അചഞ്ചലമായ ഭക്തിയുടെയും വിനയത്തിന്റെയും മൂർത്തീഭാവമാണ്. മലപ്പുറത്തെ ഹൈന്ദവ ഗൃഹങ്ങളിൽ കുട്ടികൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ആലത്തിയൂർ ഹനുമാനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക ചൊല്ലുണ്ട്. ആലത്തിയൂർ ഹനുമാനെ പേടി സ്വപ്നം കാണരുതേ, പേടി സ്വപ്നം കണ്ടാലോ വാലുകൊണ്ട് തട്ടി ഉണർത്തണേ. ഈ ചൊല്ല് പേടി സ്വപ്നങ്ങളിൽ നിന്നും ദുസ്വപ്നങ്ങളിൽ നിന്നും കുട്ടികൾക്ക് മോചനം നൽകുമെന്ന വിശ്വാസം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഹനുമാൻ സ്വാമിക്കുള്ള സ്ഥാനത്തെയാണ് എടുത്തു കാണിക്കുന്നത്. ഒരു രക്ഷകനായി ഭയത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ശക്തിയായി ഹനുമാനെ അവർ കാണുന്നു. ഈ ആലത്തിയൂർ ഹനുമാൻ എന്നുള്ള പേടി സ്വപ്നം കാണരുത് എന്ന ശ്ലോകമുണ്ട്. അത് എല്ലാ വീട്ടുകളിലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. രാത്രി പേടി സ്വപ്നം കാണാതിരിക്കാൻ ഹനുമാനെ വിചാരിക്കാൻ പറഞ്ഞിട്ട് അത് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. പിന്നീട് അത് ഇതായിപ്പോയി, വിസ്മൃതമായിപ്പോയി. കാരണം കുറേ കാലത്തിൻ്റെ ഇതിലെ മാറ്റങ്ങളെ കൊണ്ട് അത് വീണ്ടും ഇതിലേക്ക് വന്നത് ഈ അടുത്ത കാലത്താണെന്ന് മാത്രം. ഒന്നുകൂടി അക്കാലത്ത് തന്നെ ത്രൂ ഔട്ട് കേരളം അറിയപ്പെട്ടിരുന്ന ഒരു ക്ഷേത്രമാണ് ആലത്തിയൂർ ഹനുമാൻ പൂർവ്വകാലത്ത്. മലപ്പുറത്തെ ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രം പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നതും സമാധാനം കണ്ടെത്തുന്നതുമായ സ്ഥലമെന്ന ഖ്യാതിയാൽ പ്രസിദ്ധമാണ്. ഭക്തരുടെ അചഞ്ചലമായ പിന്തുണയും മലബാർ ദേവസ്വം ബോർഡിന്റെയും സാമൂതിരി രാജാവിന്റെ കീഴിലുള്ള ട്രസ്റ്റിന്റെയും കാര്യക്ഷമമായ ഭരണവും കാരണം ക്ഷേത്രത്തിന്റെ ജനപ്രീതി ഗണ്യമായി വർദ്ധിച്ചു. ഈ അച്ചടക്കമുള്ള മാനേജ്മെന്റ് ക്ഷേത്രത്തെ ആത്മീയ പുനരുജ്ജീവനത്തിനുള്ള ഊർജ്ജസ്വലമായ ഒരു കേന്ദ്രമായി നിലനിർത്തുന്നു. ആലത്തിയൂർ ക്ഷേത്രത്തിലെ വാർഷികോത്സവങ്ങൾ ഭക്തിയുടെയും ആഘോഷത്തിന്റെയും പ്രധാന കേന്ദ്രങ്ങളാണ്. തുലാമാസത്തിലെ പൂരാടം, ഉത്രാടം, തിരുവോണം നക്ഷത്രങ്ങളിലായി 3 ദിവസങ്ങളിലായി നടക്കുന്ന തിരുവോണ മഹോത്സവമാണ് ഇവിടുത്തെ പ്രധാന ആണ്ടുവിശേഷം. ഈ ഉത്സവ ദിനങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളിലും വിശേഷാൽ ആചാരങ്ങളിലും പങ്കെടുക്കുന്നതിന് വലിയ ജനക്കൂട്ടം ഇവിടെ എത്താറുണ്ട്. കൂടാതെ മീനമാസത്തിലെ അത്തം നാളിൽ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിനം ആഘോഷിക്കുന്നു. രാമായണ മാസമായ കർക്കടകം, ഒപ്പം ഹനുമത് പ്രധാനമായ ചൊവ്വ, വ്യാഴം, ശനി എന്നീ ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ഈ വിശേഷ ദിവസങ്ങളിൽ ശ്രീരാമൻ, ഹനുമാൻ എന്നിവരെ കൂടാതെ ലക്ഷ്മണൻ, ഗണപതി, മഹാവിഷ്ണു, ഭഗവതി, അയ്യപ്പൻ തുടങ്ങിയ ഉപദേവതകളുടെയും അനുഗ്രഹം തേടാൻ ഭക്തർക്ക് അവസരം ലഭിക്കുന്നു.
ആലത്തിയൂർ പെരുംതൃക്കോവിൽ ശ്രീരാമ ഹനുമാൻ ക്ഷേത്രം വെറുമൊരു പുരാതന ക്ഷേത്രം എന്നതിലുപരി ഭക്തി, വിനയം, ദൗത്യബോധം എന്നീ മഹത്തായ ആത്മീയ പാഠങ്ങളുടെ ഒരു പ്രതീകമാണ്. ഹനുമാൻ സ്വാമി ശ്രീരാമന്റെ വചനങ്ങൾ ശ്രദ്ധയോടെ കേൾക്കാൻ തല ചായ്ച്ചു നിൽക്കുന്ന പ്രതിഷ്ഠാഭാവം ഓരോ ഭക്തനെയും ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിൽ നാം എത്രമാത്രം വിനയവും ശ്രദ്ധയും പാലിക്കണം എന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ വലുതായിരിക്കാം, നമ്മുടെ ശക്തി അപാരമായിരിക്കാം. എന്നാൽ ഒരു ഗുരുവിന്റെയോ ദൈവത്തിന്റെയോ അല്ലെങ്കിൽ ഉന്നതമായ ഒരു തത്വത്തിന്റെയോ ഉപദേശം ശ്രദ്ധയോടെ ശ്രവിക്കുകയും വിനയത്തോടെ അതനുസരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ വിജയം കൈവരൂ എന്ന സന്ദേശമാണ് ആലത്തിയൂർ ക്ഷേത്രം നൽകുന്നത്. സകല ദോഷശാന്തിക്കും ശനിദോഷ നിവാരണത്തിനും ആഗ്രഹസാഫല്യത്തിനുമായി ആലത്തിയൂർ ഹനുമാനെ ആശ്രയിക്കുന്ന ഓരോ ഭക്തനും അവിടെ നിന്നും തിരികെ പോകുന്നത് ഹനുമാന്റെ അചഞ്ചലമായ ഭക്തിയുടെയും അനന്തമായ ശക്തിയുടെയും അനുഗ്രഹവുമായാണ്. മലപ്പുറത്തിന്റെ ഈ പുണ്യഭൂമി ലോകമെമ്പാടുമുള്ള ആഞ്ജനേയ ഭക്തർക്ക് എന്നും ഒരു പ്രിയപ്പെട്ട ആശ്രയസ്ഥാനമായി തുടരുന്നു.